ബീഫ് സ്റ്റൂവിനായിട്ട് 1/2 കിലോ ബീഫ് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒരു കുക്കറിലോട്ട് മാറ്റാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ അടച്ച് വെച്ചിട്ട് നമ്മളൊരു 90% വരെ വേവിച്ചെടുക്കും. മുഴുവൻ വേവേണ്ട, കാരണം തേങ്ങാപ്പാലിൽ കുറച്ച് സമയം നമ്മൾ വേവിക്കുന്നുണ്ട്. അപ്പോൾ ബീഫിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി തന്നെ ഇത് വെന്തോളും. ബീഫ് സ്റ്റൂവിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് സവോള നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും നല്ലതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം പച്ചമുളക് എരിവിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് കിഴങ്ങും പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ക്യൂബ് പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. ഇനി എടുത്തിരിക്കുന്നത് ഒരു 10-12ഓളം കാഷ്യൂനട്ട് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. കാഷ്യൂനട്ട് നമ്മൾ ചേർക്കുന്നത് ഗ്രേവിയുടെ തിക്നെസ്സിന് വേണ്ടി, പിന്നെ കുറച്ച് ടേസ്റ്റും കൂടുതൽ കിട്ടും നമ്മൾ ചേർത്താൽ. പിന്നെ വേണ്ടത് കുറച്ച് കറുവാപ്പട്ട, പിന്നെ ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്ക ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല ഗരം മസാലയ്ക്ക് പകരം ചേർക്കുന്നത് ഈ മുഴുവൻ മസാലയാണ് സ്റ്റൂവിലോട്ട് ചേർക്കുന്നത്. ഇനി ബീഫ് സ്റ്റൂവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങാപ്പാലാണ് വേണ്ടത്. ഇതിപ്പോൾ ഒരു 3/4 ഗ്ലാസ്സോളം 1-ാം പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 2 ഗ്ലാസ്സോളം 2-ാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബീഫ് സ്റ്റൂവിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ചിട്ട് നമ്മുടെ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് സവോള വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ സവോള ഒത്തിരി വഴന്നു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്ന സമയത്ത് തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ബീഫ് അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ ഒരു 90% നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ എനിക്ക് ഈ ബീഫ് വേവാനായിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ 2 വിസിലുമാണ് എടുത്തത്. ബീഫിൻ്റെ വ്യത്യാസവും പിന്നെ വേവിക്കുന്ന കുക്കറിൻ്റെ വ്യത്യാസമൊക്കെ അനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരാം. അപ്പം നല്ല മൂത്ത ബീഫൊക്കെ ആണെങ്കിൽ ഇതിൽ കൂടെ സമയം നമുക്ക് വേവിച്ചെടുക്കേണ്ടി വരും. കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഈ ചാറോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തീ ഹൈ ഫ്ലെയിമിലോട്ടാക്കിയിട്ടുണ്ട്. ബീഫിൻ്റെ ചാറിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കുക. 2-ാം പാൽ മുഴുവനായിട്ട് ചേർക്കുന്നില്ല. ഗ്രേവിക്കനുസരിച്ച് ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം സവോളയ്ക്കകത്ത് ഉപ്പ് ചേർത്തിരുന്നു. പിന്നെ ബീഫ് നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പിട്ടാണല്ലോ വേവിച്ചത്, അതുകൊണ്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. കിഴങ്ങൊക്കെ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം നമ്മൾ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു 10-15 മിനിറ്റോളം ഏകദേശം സമയം കൊണ്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കാഷ്യൂനട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഈ കറിക്ക് നല്ല സ്പൈസസിൻ്റെയൊക്കെ നല്ല മണമാണ് വരുന്നത്. ഹോൾ സ്പൈസസ് തന്നെ നമ്മൾ ഈ സ്റ്റൂവിലേക്ക് ചേർക്കണം. ഗരം മസാലയായിട്ട് ചേർക്കാൻ പാടില്ല, എങ്കിലേ ആ കറിക്ക് നല്ല ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവുള്ളൂ. കാഷ്യൂനട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 1-ാം പാൽ ചേർക്കാം. ഇനി നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം. കാരണം നമ്മൾ 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ കറി അധികം തിളയ്ക്കാൻ പാടില്ല. സമയത്ത് ഉപ്പൊക്കെ ഒന്നുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറച്ചുകൂടെ ആവശ്യമാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറി ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പൊടിച്ച കുരുമുളക് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതുപോലെ കുറച്ചൊന്ന് ക്രഷായിട്ട് അപ്പോഴേ ആ ഫ്ലേവർ കിട്ടത്തുള്ളൂ. ഇനി എല്ലാം കൂടെ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കാഷ്യൂ അരച്ച് ചേർത്തുകൊണ്ടാണ് ഇതിൻ്റെ ഗ്രേവിക്ക് ഇതുപോലെ നല്ലൊരു തിക്നെസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചൂടോടെ വിളമ്പില്ല, ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചും കൂടെ ഗ്രേവി ഒന്ന് തിക്കായിക്കോളും.